السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആവണ്ണം അല്ലാഹ് പാടച്ചവൻ താൻ തന്നെ യാഹുസുൽ അഅ്ളം എന്നല്ലാഹ് വിളിച്ചോറ്. വളരെയേറെ ബഹുമാനമുള്ള സയ്യിദുമാർ, ഉസ്താദുമാർ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ട അടിമകളായ നമ്മുടെ മശായിഖ് അവരുടെ പൊരുത്തവും ബന്ധവും സർവ പ്രവർത്തനങ്ങളിലും നാഥൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ റബീഉൽ ആഖിർ മാസം മഹാനായ അൽ ഗൗസുൽ ആലം തങ്ങൾ പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന ഈ മാസത്തിൽ ഒരുപാട് അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ല അമലുകൾ മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെട്ട പരിപാടികൾ, അതിന്റെയൊക്കെ ബറക്കത്തുകൾ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദർശ പഠനത്തിന്റെ ഭാഗമായി അൽ ഗൗസുൽ അഅ്ളം എന്ന വിഷയത്തിൽ ഒരൽപ്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഗൗസുൽ അഅ്ളം, ഗൗസ് എന്ന് പറഞ്ഞാൽ സഹായി, അഅ്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. അപ്പോൾ അൽ ഗൗസുൽ അഅ്ളം ഏറ്റവും വലിയ സഹായി എന്നാണ് അതിന്റെ അർത്ഥം ഭാഷാപരമായി ഉണ്ടാവുക. ഗൗസ് എന്നത് തസവുഫിന്റെ മേഖലയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ മഹത്വമുള്ള ഒരു പദമാണ്. ഔലിയാക്കളിൽ ഉന്നത പദവിയുള്ള വലിയനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ഗൗസ്. ഖുത്ബ് എന്നത് ഔലിയാക്കളിലെ ഏറ്റവും ഉന്നത പദവിയാണല്ലോ. ആ ഖുത്ബിന്റെ അതേ അർത്ഥം തന്നെയാണ്, അഥവാ ഗൗസ് ഖുത്ബ് എല്ലാം ഒരർത്ഥത്തിലാണ് എന്നതാണ് പ്രബലമായ വീക്ഷണമുള്ളത്. തസവുഫിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ രണ്ടും ഒരർത്ഥത്തിലാണ് എന്ന് കാണാം. എന്നാൽ ഖുത്ബ് എന്നതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്നതാണ് ഗൗസ് എന്നും അഭിപ്രായപ്പെട്ടവർ ഉണ്ട്. ഏതായാലും സാങ്കേതികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഗൗസ് എന്നതുകൊണ്ട് വലിയ മഹത്വമുള്ള ഒരു വലിയ എന്ന് അർത്ഥം വെക്കാൻ പറ്റും. അൽ ഗൗസുൽ അഅ്ളം എന്ന് പ്രത്യേകമായി അലിഫ് ലാം കൊണ്ട് പ്രയോഗിക്കുമ്പോ ഒരു നിശ്ചിത വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ് എന്ന് മനസ്സിലാക്കുക. അൽ ഗൗസ് ബിൽ ഇത്ലാഖ് അശ്ശൈഖ് അൽ ജീലാനി റഹിമഹുല്ലാഹ് തസ്രീഉൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അഥവാ തസ്രീഉൽ ഖാത്തിർ ഫി മനാമാത്തി അശ്ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥം അശ്ശൈഖ് മുഹമ്മദ് സാദിഖുൽ ഖാദിർ ശിഹാബ് സഅദി എന്നിവർ രചിച്ച പ്രശസ്തമായ തസവുഫിന്റെ കാര്യങ്ങൾ ഔലിയായിനെ കുറിച്ച് വിശദീകരിക്കുന്ന
ആ ഗ്രന്ഥത്തിൽ വിശിഷ്യ ഗൗസുൽ ആലം തങ്ങളെ മനാമാത്ത്, അവിടുത്തെ ഇൽഹാമാത്ത്, അത് പറയുന്ന ആ കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൗസ്, അൽ ഗൗസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ശൈഖ് ജീലാനി റഹ്മഹുള്ളയാകുന്നു. അപ്പൊ അൽ ഗൗസുൽ ആലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ. സാധാരണ നമ്മളൊക്കെ ഗൗസുൽ ആലം എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ള, മുഹീദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവകളാണല്ലോ ഉദ്ദേശിക്കപ്പെടുന്നത്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് മുഹീദ്ദീൻ എന്ന നാമം ദീനുൽ ഇസ്ലാമാണ് വിളിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് ബോധ്യപ്പെടും. എന്ന പോലെ ഗൗസുൽ ആലം എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ തങ്ങളെ വിശേഷിപ്പിച്ചത് അല്ലാഹു തന്നെയാവുന്നു. ആവണ്ണം അല്ലാഹുടച്ചവൻ താൻ തന്നെ യാ ഗൗസുൽ ആലം എന്നല്ലാഹ് വിളിച്ചോവർ. മഹാനായ ഖാദി മുഹമ്മദ് റഹിമഹുള്ളയുടെ അറബി മലയാള കവിതയായ മുഹീദ്ദീമാലയുടെ 18ാമത്തെ വരിയാണ്. അഥവാ മുഹീദ്ദീമാലയിൽ ഖാദി മുഹമ്മദ് റഹിമഹുള്ള പറഞ്ഞ ഒരു വിഷയം, യാ ഗൗസുൽ ആലം എന്നല്ലാഹ് വിളിച്ചവർ. അല്ലാഹുവാണ് ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ടുള്ളത്. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾക്ക് അൽ ഗൗസുൽ ആലം, ഏറ്റവും വലിയ സഹായി എന്നർത്ഥമുള്ള അപരനാമം, സ്ഥാനപ്പേർ നൽകിയത്, ആ പേര് വിളിച്ചത് അല്ലാഹു തന്നെയാകുന്നു. വൈദ്യമാലയിലുണ്ട് എന്നതല്ല, അതിന് വൈദ്യമാല ആധാരമാക്കിയ ഗ്രന്ഥങ്ങളുടെ സാധുതയാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. വൈദ്യമാല രചിക്കാൻ ആധാരമാക്കിയ തക്മില, ബഹ്ജ, മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ ബൈത്തുകൾ, ഇങ്ങനെയുള്ള ആ മാലക്ക് ആധാരമായ ഖാദി മുഹമ്മദ് റഹിമഹുള്ള കൊണ്ടുവന്നിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ സാധുതയാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ഇങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ അത് പരിശോധിച്ച മഹത്തുക്കൾ, ചരിത്രപരമായി പണ്ഡിതന്മാർ ആ ഗ്രന്ഥങ്ങളുടെ ആധികാരികത നമ്മൾക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാലയിലുള്ള വിഷയങ്ങൾ സത്യസന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രവുമല്ല, ഇതിൽ പറയുന്ന വിഷയങ്ങൾ അൽ ഗൗസുൽ ആലം എന്ന് അല്ലാഹു വിളിച്ചു എന്നാണല്ലോ. ഇവിടെ നമ്മൾ ഒന്നാമതായി പരിശോധിക്കാനുള്ളത്, അൽ ഗൗസുൽ ആലം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സഹായി എന്നാണല്ലോ അർത്ഥം. അപ്പൊ അൽ ഗൗസുൽ ആലം എന്ന് അല്ലാഹു വിളിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹായിയെ എന്ന് അല്ലാഹു വിളിച്ചു. ഏറ്റവും വലിയ സഹായിയെ എന്ന് അല്ലാഹു വിളിച്ചു എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ അല്ലാഹുവിനെ അങ്ങനെ വിളിക്കാമോ? അതുപോലെ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ ഏറ്റവും വലിയ സഹായിയാണോ? ഇതൊക്കെയാണല്ലോ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗസുൽ ആലം എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിനെ സഹായിക്കുന്ന വലിയ ആൾ എന്ന അർത്ഥത്തിൽ അല്ല. അല്ലാഹു വിളിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിനെ സഹായിക്കുക എന്ന അർത്ഥത്തിൽ അല്ല. അല്ലാഹുവിന്റെ സഹായി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹുവിന്റെ സഹായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ സഹായി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സഹായിക്കുക എന്നതിന്റെ താല്പര്യം അല്ലാഹുവിന്റെ ദീനിന്റെ സഹായി എന്നാണ്.
യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് കമാ ഖാല ഈസാ ഇബ്നു മർയം ലിൽ ഹവാരിയ്യീന മൻ അൻസാരി ഇലല്ലാഹ് ഖാല ഹവാരിയ്യൂന നഹ്നു അൻസാറുല്ലാഹ് സൂറത്ത് സഫ് 14. ഇതില് കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികൾ ആവുക. അള്ളാഹുവിന്റെ സഹായിയാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൈയൊടിച്ചു കൊണ്ടുപോവുക, അള്ളാഹുവിനെ എണീക്കാനും ഇരിക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നൊന്നല്ലോ അതിന്റെ അർത്ഥം. സാമ്പത്തികമായി സഹായിക്കുക ഇതാണോ അതിന്റെ അർത്ഥം? അല്ല. അള്ളാഹുവിന്റെ സഹായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികൾ എന്ന പോലെ മുസമ്മിൽ സൂറത്ത് 20 ആയത്ത്. നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുക്കുക. അള്ളാഹുവിന് നിങ്ങൾ നല്ല രീതിയിൽ കടം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് അത്രയും പാപ്പരനായിട്ടുണ്ട്, ദരിദ്രനായിട്ടുണ്ട്, നിക്കക്കള്ളില്ലാത്ത അവസ്ഥ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് കടം കൊടുത്ത് സഹായിക്കൂ എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നല്ല രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, ഇതല്ലേ ഇതിന്റെ അർത്ഥം. ഹദീസുകൾ പരിശോധിച്ചാൽ കാണുമല്ലോ, അള്ളാഹു നാളെ ആഖിറത്തിൽ പറയും, എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നപ്പോ എന്നെ നീ സഹായിച്ചില്ല, എന്നെ നീ സന്ദർശിച്ചില്ല? എനിക്ക് രോഗം വന്നപ്പോ എന്തുകൊണ്ട് എന്നെ നീ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കും. അള്ളാഹുവിന് രോഗം വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് രോഗം വരുന്നു എന്ന അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ അടിമക്ക് രോഗമുണ്ടായി, ആ സന്ദർഭത്തിൽ നീ അവിടെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവിടെ എന്റെ റഹ്മത്ത്, എന്റെ സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു, എന്നെ സന്ദർശിച്ചതുപോലെയാകുമായിരുന്നു എന്നാണല്ലോ അതിന്റെ താല്പര്യം. അപ്പോൾ ഔസുൽ അഅ്ളം, അള്ളാഹു യാ ഔസുൽ അഅ്ളം, ഔസുൽ അഅ്ലമേ എന്ന് അള്ളാഹു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ ആൾ എന്ന അർത്ഥത്തിൽ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസിറു എന്നൊക്കെ അള്ളാഹു വിളിച്ചാൽ അതിന്റെ താല്പര്യം എന്താ? പുറപ്പെട്ടു മൂടിയവരെ എന്ന് അള്ളാഹു വിളിച്ചാൽ എന്നെ പുറപ്പെട്ടു മൂടുക എന്നാണോ അതിന്റെ അർത്ഥം? അള്ളാഹു മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ അയ്യുഹൽ മുസമ്മിലു യാ അയ്യുഹൽ മുദ്ദസിറു, പുറപ്പെട്ടു മൂടിയവരെ എന്ന് വിളിച്ചല്ലോ. അള്ളാഹു അങ്ങനെ ഒരാളെ വിളിച്ചാൽ അള്ളാഹുവിനെ പുറപ്പെട്ടു മൂടാനല്ല. അപ്പൊ അള്ളാഹു ഒരാൾ വലിയ സഹായിയാണ് എന്ന് വിളിച്ചാൽ വലിയ സഹായം നൽകുന്നവരെ, വലിയ സഹായിയെ എന്ന് വിളിച്ചാൽ അള്ളാഹുവിനെ സഹായിക്കുക എന്ന അർത്ഥത്തിൽ അല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ സഹായി എന്ന അർത്ഥത്തിലാവുന്നു. മഹാനായ ഔസുൽ അഅ്ലം തങ്ങൾ ദീനിന്റെ സഹായിയാണ് എന്ന വിഷയം വളരെ സുവ്യക്തവുമാണ്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കാലത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങള്, ആശയങ്ങള്, വിഷയങ്ങള് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോ, ദീനിന് ആളുകൾ ഇല്ലാതെ വന്നപ്പോ, ദീനിയായ ജീവിതം, ഇസ്ലാമികമായ ജീവിതം അസ്തമിച്ചപ്പോ, ആളുകൾ ഇസ്ലാമിനെതിരെ തിരിഞ്ഞപ്പോ, വിശ്വാസപരമായും കർമ്മപരമായും വളരെ പുറകിലായപ്പോ അതിൽ നിന്നൊരു പുനരുദ്ധാരണം, അതിൽ നിന്നുള്ളൊരു പുനർജീവൻ മഹാനായ ഔസുൽ അഅ്ലം തങ്ങളെ പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ചു എന്നത് ചരിത്രമാണല്ലോ. അതുകൊണ്ടാണ് മുഹീദ്ദീൻ, ദീനിന് വിജയം നൽകിയവർ എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തന്നെ ഔസുൽ അഅ്ലമിനെ വിളിച്ചത് എന്നത് ആധികാരികമായി ചരിത്രത്തിൽ നിന്ന് ബോധ്യപ്പെടും. അപ്പോ ഔസുൽ അഅ്ലമിനെ കൊണ്ട് പരിശുദ്ധ ദീനിന് സഹായം ഉണ്ടായിട്ടുണ്ട്. ദീനിന്റെ സഹായിയാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ എന്നത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അൽ ഔസുൽ അഅ്ലം എന്നത് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളാണ് എന്ന് മഹത്തുക്കൾ നമ്മൾക്ക് നിരുപാധികം ബോധ്യപ്പെടുത്തി തരുന്നു. നാം അത് വിശ്വസിക്കുന്നു, നാം അത് അംഗീകരിക്കുന്നു. എന്നാൽ എപ്പോഴാണ് അള്ളാഹു ഔസുൽ അഅ്ലമേ എന്ന് വിളിച്ചത്? ആരാണ് ആ വിളി കേട്ടത്?
ഖുർആനിൽ അങ്ങനെ വിളിച്ചു എന്നോ അല്ലെങ്കിൽ ഹദീസുകളിലോ അങ്ങനെ വിളിച്ചു എന്നോ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എപ്പോഴാണ് അള്ളാഹു വിളിച്ചത്, ആരാണ് ആ വിളി കേട്ടത്? ഇതിന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അങ്ങനെ വിളിക്കുന്നതിന് വിശുദ്ധ ഖുർആനും ഹദീസും എതിരല്ല. അള്ളാഹു ഒരാള് വിളിക്കുന്നതിന് അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ആ ഔലിയാക്കൾക്ക് അവരെ വിളിച്ച വിളി അവർക്ക് ഇൽഹാമായിട്ട് ബോധ്യപ്പെടും എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ഹൃദയത്തിൽ അനഖ്ദിഫീഹി ഫിൽ യം, മൂസാ നബിയുടെ ഉമ്മയെ വിളിച്ചുകൊണ്ട് നീ നിന്റെ കുട്ടിയെ പെട്ടിയിലിട്ടിട്ട് നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക എന്ന ആശയം അല്ലാഹുവാണല്ലോ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സിൽ ഇട്ടുകൊടുത്തത്. അപ്പോ നബിയല്ലാത്ത ഒരാളുടെ മനസ്സിൽ ഇൽഹാം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നതിന് തടസ്സമല്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്പോ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും വീക്ഷണത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇസ്ലാമികമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ, അള്ളാഹു പ്രവാചകരല്ലാത്ത നബിമാരല്ലാത്ത ഒരാളെ വിളിക്കുന്നതിനും ആ വിളി അവർക്ക് ഇൽഹാമിലൂടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതിനും തടസ്സമില്ല എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമതായി, എപ്പോഴാണ് അള്ളാഹു അങ്ങനെ വിളിച്ചിട്ടുള്ളത് അത് ചരിത്രപരമായി നാം മനസ്സിലാക്കുക. മഹാനായ ശൈഖ് സയ്യിദ് റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂഫിയാക്കളിൽ നിന്നുള്ള വിവരം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ സന്നിധിയിലെത്തിയപ്പോ മുനാജാത്ത് നടക്കുന്ന സന്ദർഭം ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ആരാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ അന്വേഷിച്ചു. ഇത് നിങ്ങളുടെ പരമ്പരയിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണ്, അബ്ദുൽ ഖാദിർ എന്നാണ് ആ കുട്ടിയുടെ നാമം. വലിയ വിലായത്തിന്റെ ഉടമയാണ് എന്നൊക്കെ അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടുകയും ഔസുൽ അഅ്ലമാണ് ആ കുട്ടി എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുകയും ചെയ്തു എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച തസ്രീഉൽ ഖാത്തിർ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ശൈഖ് മുഹമ്മദ് സാദിഖുൽ ഖാദിരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞതായി തസ്രീഉൽ ഖാത്തിർ ഫി മനാമാത്തിയ ശൈഖ് അബ്ദുൽ ഖാദിർ എന്ന ഗ്രന്ഥത്തിൽ നേരത്തെ പറഞ്ഞ ശൈഖ് മുഹമ്മദ് സാദിഖുൽ ഖാദിരി എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔലിയാക്കൾക്ക് മഹാനായ ഔസുല്ലാഹ് തങ്ങൾ വലിയെന്ന് മാത്രമല്ല ഔലിയാക്കളിലെ ഉന്നത സ്ഥാനമലങ്കരിച്ച വ്യക്തിയാണ്. ആ സ്ഥിതിക്ക് ഇൽഹാമുകള്, മനാമാത്തുകള്, യാഥാർത്ഥ്യങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള വിശേഷങ്ങൾ ലഭിക്കും എന്നത് നാം അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾക്ക് ലഭിച്ചു എന്ന് ശൈഖ് അവറുകൾ പറയുമ്പോ അത് നാം സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു എന്ന വിവരണം ഇസ്ലാമിക വീക്ഷണത്തിൽ സ്വീകരിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളിലൂടെ പറയേണ്ട ആളുകൾ പറഞ്ഞതായി സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തള്ളാൻ പറ്റൂല. ഇതിനൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ വിളിക്കാമോ, അങ്ങനെ വിളിക്കുമ്പോഴേക്ക് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാകുമോ എന്നതല്ലേ. വിളിക്കുന്നതിന് തകരാറില്ല, വിളിച്ചു എന്ന വിവരം ഒരു വലിയ മനസ്സിൽ ലഭിക്കുന്നതിന് തടസ്സവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായി നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതിനാണ് നേരത്തെ പറഞ്ഞ ഗ്രന്ഥത്തിൽ അങ്ങനൊരു വിഷയം ഉണ്ട് എന്ന് സൂചിപ്പിച്ചത്. മഹാനായ ശൈഖ് അവറുകളെ ഔസുൽ ആലമെ എന്ന് അല്ലാഹു വിളിച്ചതിന് വേറെയും ധാരാളം സംഭവങ്ങൾ ഉള്ളതായി നേരത്തെ പറഞ്ഞ തസ്രീഉൽ ഖാത്തിർ പരിശോധിച്ചാൽ കാണും. ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ കാലഘട്ടത്തിൽ ഔലിയാക്കളിൽ നിന്ന് ഒരാളുടെ സ്ഥാനം നഷ്ടപ്പെട്ടു.
ഒരാളുടെ വിലായത്ത് ഇല്ലാതെയായി. അത് എല്ലാവരും അറിയുകയും ചെയ്തു. സാധാരണക്കാരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളും ഇയാൾ വിലായത്ത് നഷ്ടപ്പെട്ട ആളാണ് എന്നറിഞ്ഞപ്പോൾ അള്ളാഹു പുറത്താക്കിയ ഔലിയ എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അദ്ദേഹത്തിന് അത് വലിയ വിഷമായി. 360 മഹാന്മാരെ സമീപിച്ചുകൊണ്ട് എന്നെ അള്ളാഹു വിലായത്തിലേക്ക് തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവരൊക്കെ ശുപാർശ ചെയ്തു. പക്ഷേ അള്ളാഹു അത് സ്വീകരിച്ചില്ല. കാരണം ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി ഇയാൾ പാപ്പിയാണ് എന്ന് എഴുതി വെച്ചത് ഈ ഔലിയാക്കളൊക്കെ വായിക്കുകയായിരുന്നു. അഥവാ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പ്രതികരണം അതിന് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അവസാനം മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ശൈഖ് അവറുകൾ പറഞ്ഞു, നിങ്ങളെ അള്ളാഹുവിങ്കൽ തള്ളപ്പെട്ട ആളാണെങ്കിൽ, നിങ്ങളെ അള്ളാഹു തള്ളിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറയാൻ പറ്റും. അഥവാ നിങ്ങളെ തള്ളിയ ആളാണെങ്കിൽ സ്വീകരിക്കുന്ന ആളാക്കാൻ എനിക്ക് പറ്റും എന്ന് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം മഹാനായ ഗൗസുൽ ആലം അള്ളാഹുവിനോട് ശുപാർശ ചെയ്തു. പക്ഷേ 360 ഔലിയാക്കളോട് അള്ളാഹു പറഞ്ഞ, അവർക്ക് ഇൽഹാമ നൽകിയ അതേ വിഷയം തന്നെ ഗൗസുൽ ആലമിനും അള്ളാഹു വിവരം നൽകുകയായിരുന്നു. അദ്ദേഹം പാപ്പിയ, അദ്ദേഹത്തെ ഇനി വിലായത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നർത്ഥത്തിൽ. പക്ഷേ മഹാനായ ശൈഖ് ജീലാനി റഹ്മഹുല്ലാഹ് അള്ളാഹുവിനോട് അറിയിച്ചു, ഇദ്ദേഹത്തിന് അള്ളാഹുവെ ഞാനൊരു വാക്ക് കൊടുത്തുപോയി, നിങ്ങളെ വിലായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് പറ്റും എന്ന് ഞാനൊരു വാക്ക് കൊടുത്തുപോയി, അതുകൊണ്ട് നീ സ്വീകരിക്കൽ ആവശ്യമാണ് എന്ന് ഗൗസുൽ ആലം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ പ്രതികരണം, എങ്കിൽ ആ അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു. ഒരാളെ ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യമായ സ്ഥാനം നൽകുന്നതിനും അള്ളാഹു വേണമെങ്കിൽ ഔലിയാക്കൾക്ക് അവകാശം നൽകാം. അതിന്റെ ഭാഗമായി ഇയാളെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്കിതാ ഞാൻ സമ്മതം തന്നിരിക്കുന്നു. നിങ്ങൾ വാക്ക് കൊടുത്തതുകൊണ്ട് ഇനി നിങ്ങളുടെ വാക്ക് ഞാൻ തള്ളുന്നില്ല. സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ ഖസമ അലല്ലാഹി ലാ ബറ, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ ഖസമ അലല്ലാഹി ലാ ബറ. അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന്റെ പേരിൽ വല്ല വാക്കും പറഞ്ഞാൽ അത് അള്ളാഹു തള്ളുകയില്ല. അള്ളാഹുവിനെ ഇടയിൽ വെച്ച് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് വല്ല വാക്കും അവർ പറഞ്ഞാൽ അതവർ തള്ളുകയില്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇസ്കാത്ത് പരിശോധിച്ചാൽ കാണാം. അപ്പോ എന്ന പോലെ ഗൗസുൽ തങ്ങൾ ഔലിയാക്കളിലെ ഉന്നത പദവിയുടെ ഉടമയാണല്ലോ. അള്ളാഹുവിന് മുമ്പിൽ വെച്ചുകൊണ്ടൊരു വാക്ക് കൊടുത്തുപോയി, നിങ്ങളെ സ്ഥാനം തിരിച്ചു കിട്ടാൻ എനിക്ക് പറ്റും, അതിന് ശുപാർശ ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞു പോയല്ലോ. അത് അള്ളാഹു തള്ളുന്നില്ല, അള്ളാഹു അത് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായി ആ ശുപാർശക്കുള്ള അവസരം അള്ളാഹു നൽകി. ഇവിടെയും ഗൗസുൽ ആലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്, ഗൗസുൽ ആലം നിങ്ങൾക്ക് ഞാൻ പലതും തരും എന്നാണ് മഹാനായ ഗൗസുൽ ആലമിനോട് അള്ളാഹു ഇൽഹാമ നൽകിയതായി നേരത്തെ പറഞ്ഞ തഫ്രീഉൽ ഖാത്തിർ പരിശോധിച്ചാൽ കാണാൻ പറ്റും. വേറെയും സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 50-ലേറെ സംഭവങ്ങൾ വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. നേരത്തെ പറഞ്ഞ തഫ്രീഉൽ ഖാത്തിർ തന്നെ പരിശോധിച്ചാൽ കാണും. മഹാനായ ഉവൈസുൽ ഖറനൈ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഫാറൂഖ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
നിർദ്ദേശം, അഥവാ നിങ്ങൾ യമനിൽ ഉവൈസുൽ ഖർനിയെ സമീപിക്കുമ്പോ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം സയ്യിദുനാ ഉമർ സിദ്ദീഖ് തങ്ങളും ഫാറൂഖ് തങ്ങളും യമനിൽ വെച്ച് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. നിസ്കാരം കഴിഞ്ഞു. ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ സുജൂദിൽ വീണു, ദുആ ചെയ്തു. എന്നാൽ ഈ ഉമ്മത്തിൽ പകുതി ആളുകൾക്ക് പാപമോചനം ലഭിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്ന ഇൽഹാമാണ് മഹാനവറുകൾക്ക് ലഭിച്ചത്. ബാക്കിയോ പകുതി ആളുകൾക്ക് പിൽക്കാലത്ത് വരുന്ന അൽ ഗൗസുൽ അഅ്ലമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി പാപം പൊറുക്കും. മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചുകൊണ്ട് അൽ ഗൗസുൽ അഅ്ലം, പിൽക്കാലത്ത് വരുന്ന അൽ ഗൗസുൽ അഅ്ലമിന്റെ പ്രാർത്ഥന കാരണത്താൽ ബാക്കിയുള്ളവർക്ക് ദോഷം പൊറുക്കും. ഈ വിവരം ഇൽഹാമും മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു എന്നത് നേരത്തെ പറഞ്ഞ തഫ്രീഉൽ ഖാതിർ പരിശോധിച്ചാൽ കാണും. അപ്പോൾ ഇൽഹാം അമ്പിയാക്കൾക്ക് നബുവത്ത് ലഭിക്കുന്ന പോലെ ഔലിയാക്കൾക്ക് ഇൽഹാം ലഭിക്കും. ഉവൈസുൽ ഖർനി ഔലിയാക്കളിൽ പ്രധാനിയാണ്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ലഭിച്ച ഇൽഹാം അങ്ങനെയായിരുന്നു. ഇതിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുന്നു അൽ ഗൗസുൽ അഅ്ലം എന്ന് മഹാനായ ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചു. അപ്പോൾ ധാരാളം സംഭവങ്ങളിലൂടെ അള്ളാഹു ഗൗസുൽ അഅ്ലം എന്ന് വിശേഷിപ്പിച്ചത് മഹാനായ ഷേഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ ഗൗസുൽ അഅ്ലം എന്ന് വിശേഷിപ്പിച്ചതായി നമ്മൾക്ക് ബോധ്യപ്പെടും. ബിദ്അത്തിന്റെ ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായ ആദരവ് എന്നതിനെ എടുത്തു കളയാൻ വേണ്ടി ആകുന്നതൊക്കെ ചെയ്യുന്ന ബിദ്അത്തിന്റെ ആളുകൾ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ വിഷയത്തെ പരിഹസിക്കുകയും അല്ലെങ്കിൽ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ എഴുത്തുകളിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. പഴയ കാലത്തെ ചില രേഖകൾ പരിശോധിച്ചാൽ കാണും. ഗൗസുൽ അഅ്ലം എന്ന് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു വിളിച്ചതായി സുന്നികൾ പ്രചരിപ്പിക്കുന്നു. അതേത് സമയത്താണ്? മൊയ്തീൻ ശൈഖും അള്ളാഹും കൂടി ഒന്നിച്ച് അവുൽ കൗസർ കാണാൻ പോയി. അവുൽ കൗസർ കാണാൻ വാ മൊയ്തീനെ വാ മൊയ്തീനെ നമ്മൾക്ക് ഔദുൽ കൗസർ കാണാൻ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഔദുൽ കൗസർ കാണാൻ പോയി. രണ്ടാളും അതിങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന സമയത്ത്, രണ്ടാളും എന്ന ഒന്ന് അല്ലാഹു, ഒന്ന് മൊയ്തീൻ ശൈഖ്, രണ്ടാളും ഔദുൽ കൗസർ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുമ്പോ അറിയാതെ കാല് തെറ്റിയിട്ട് അല്ലാഹു ഔദുൽ കൗസറിൽ വീണു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു വീണപ്പോ നീന്തറിയാത്ത അല്ലാഹു മുങ്ങിപ്പൊന്തുകയാണ്. മുങ്ങിപ്പൊന്തിയപ്പോ മൊയ്തീനെ എന്നെ സഹായിക്ക്, ഗൗസുൽ അഅ്ലമേ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അള്ളാഹു അപ്പോഴാണ് മൊയ്തീൻ ശൈഖിനെ ഗൗസുൽ അഅ്ലം എന്ന് വിളിച്ചത് എന്ന പച്ചക്കളവ് സുന്നികളുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു ബിദ്അത്തിന്റെ ആളുകൾ. ഇങ്ങനൊരു സംഭവം ഈ സമയത്താണ് മൊയ്തീൻ ശൈഖിനെ ഗൗസുൽ അഅ്ലം എന്ന് അള്ളാഹു വിളിച്ചത്. നഅൂദുബില്ലാ. അപ്പൊ എവിടെ അത് ബഹുജയിൽ കൊണ്ടുപോയി, ബഹുജയിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഏത് ബഹുജ? ബഹുജത്തുൽ അസ്റാർ എന്ന മഹാനായ ഗൗസുൽ അഅ്ലമിന്റെ വിശേഷങ്ങൾ പറയുന്ന ബഹുജത്തുൽ അസ്റാറില്ല. പിന്നെ ഏത് ബഹുജയിലാണ്? അപ്പൊ പച്ചക്കളവ് സുന്നികളുടെ പേരിൽ കെട്ടിവെക്കുക, മെനഞ്ഞുണ്ടാക്കുക, ഇതിൽ അതിവിദഗ്ധരാണ് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് നമ്മൾ അത് ശക്തമായി തന്നെ മനസ്സിലാക്കുക. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് അങ്ങനെ ഒരു കഥയൊന്നുമില്ല. അത് മെനഞ്ഞുണ്ടാക്കണമെങ്കിൽ തന്നെ അള്ളാഹുവിനെ ചെറുതായി കാണുന്നവർക്കേ പറ്റുള്ളൂ. ബിദ്അത്തിന്റെ ആളുകൾ മുമ്പേ പടച്ചോനെ എങ്ങനെ കാണുന്നുള്ളൂ? നമ്മളെക്കാണ് കുറച്ചൊരു തടി മണ്ണും കുറച്ചൊരു നീളവും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ബിദ്അത്തിന്റെ ആളുകൾ പടച്ചോനെ കാണുന്നത്. അള്ളയൊക്കെ ആവുമ്പോ സാധാരണ രണ്ട് കസാലയിലൊക്കെ ഇരിക്കേണ്ടി വരും.
സാധാരണയില് നമുക്ക് എല്ലാവർക്കും ഒരു കസാലയിൽ ഇരുന്നാൽ മതി. അള്ളാഹുവിന്റെ ചന്തി കുറച്ച് വലിയ ചന്തി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ചന്തി ഒരു കസാലയിലും മറ്റേ ചന്തി മറ്റേ കസാല 2 കസാലയിൽ ഇരിക്കേണ്ടി വരും. ഈ രൂപത്തിലുള്ള പച്ചക്കളവുകൾ ഇങ്ങനെയാണ് അള്ളാഹുവിനെ അവര് മനസ്സിലാക്കുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കാണാൻ കുറച്ച് വലിയ മനുഷ്യന് എന്നുള്ള അർത്ഥത്തിലെ അള്ളാഹുവിന്. അതുകൊണ്ടാണ് ഞാനിനെ ഇറങ്ങിയിരുന്ന മാതിരി ഏതാണ് മിമ്പറിന് അള്ളാഹു ഇറങ്ങിയിരുന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ മിമ്പറിന്ന് ഇറങ്ങുന്ന മാതിരി ഇറങ്ങി വരുന്നൊക്കെ. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിനെ വിലയിരുത്തുന്നവർക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കാനും കഴിയുള്ളൂ. അതിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ആ വിഡിത്തത്തിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമ്മൾക്ക് ഈ വിഷയത്തിൽ ആകെ വൽഹാസിൽ എന്ന് പറയുന്ന രീതിയിൽ മനസ്സിലാക്കാനുള്ളത് അൽ ഖൗസുൽ ആളം എന്നത് ഔലിയാക്കന്മാർ തന്നെ അത് ബില്ലിത്തിലാക്കി മഹാനായ ഖൗസുൽ ആളം തങ്ങൾ അഥവാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ് ഏറ്റവും വലിയ സഹായി. ഏറ്റവും വലിയത് എന്ന് പറയുന്ന അപേക്ഷികാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, സ്വഹാബത്തിനേക്കാൾ വലിയ വ്യക്തി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ചില കാലങ്ങളിലേക്കോ അല്ലെങ്കിൽ ശൈഖ് അവരുടെ കാലശേഷമുള്ളവരിലേക്കോ അപേക്ഷിച്ച് ഏതായാലും വലിയത് എന്നൊക്കെ പറയുന്ന ആപേക്ഷികാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. വലിയ സഹായിയാണ് മഹാനായ ഖൗസുൽ ആളം തങ്ങൾ. അത് യാഥാർത്ഥ്യമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ദീനുൽ ഇസ്ലാമിന് ഒരുപാട് സഹായം ഖൗസുൽ ആളമിനെ കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹു അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ പഠിക്കാനുള്ളത് വിളിക്കാൻ പറ്റുമോ? വിളിക്കുന്നതിന് തകരാറൊന്നുമില്ല. ഒരു വലിയനെ അള്ളാഹു അങ്ങനെ വിളിക്കാം. ആ വിളി അവിടുത്തെ ഹൃദയത്തിൽ ഇൽഹാമ വഴി ഇട്ടുകൊടുക്കാം. അതിനൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടും. അത് വലിയ ആകണമെന്നല്ല. തേനീച്ചക്ക് അള്ളാഹു ഇൽഹാം ഇട്ട് കൊടുത്തു അല്ലേ? വൗഹായിലന്നഹലി വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. വൗഹായിലന്നഹലി തേനീച്ചക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു. അപ്പോ തേനീച്ചക്ക് വഹി കൊടുത്തു എന്നാൽ തേനീച്ച പ്രവാചകനാണ് എന്നൊന്നും നമ്മൾ വിശ്വസിക്കൂല. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? വഹി ഇൽഹാം, ആ വിവരം തോന്നിപ്പിച്ചു. അപ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അള്ളാഹു ഇട്ടുകൊടുക്കാം. പക്ഷെ ഔലിയാക്കൾക്ക് മഹത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഇട്ടുകൊടുത്തത് എന്നർത്ഥം. ഏതായാലും അങ്ങനെ ഔലിയാക്കൾക്ക് ഇട്ടുകൊടുക്കാം. ഖൽബിൽ ഇൽഹാമിലൂടെ ആ വിഷയങ്ങൾ അവർക്ക് ബോധ്യപ്പെടാം. അങ്ങനെ വിളിക്കുന്നതിന് തകരാറില്ല. അത് ചരിത്രപരമായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് ചരിത്രത്തിൽ നിന്ന് മൊയ്തീൻ ഷേഖ് ജനിച്ചിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്നത് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പോലെ മൊയ്തീൻ ഷേഖിനെ അങ്ങനെയുള്ള വിളിച്ചിട്ടുണ്ടോ എന്നതും ചരിത്രത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ സ്വീകാര്യരായ ആളുകളെ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഇതിന്റെ പേരിൽ പച്ചക്കളവ് പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കുക എന്നുകൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. ഏതായാലും മഹാനായ അൽ ഖൗസുൽ ആളം സ്മരിക്കപ്പെടുന്ന മാസമായതുകൊണ്ട് ചെറിയ ഒരു ഭാഗം സ്പർശിച്ചു എന്ന് മാത്രം. നമ്മുടെ മശായിഖിന്റെ മഹത്വം കൊണ്ട് ഖൗസുൽ ആളമിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിൽ നമ്മൾ സ്മരിക്കുന്ന മഹാനായ അമ്പംകുന്ന് ബീരാലെ പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട മംഗലാപുരം മൗലപ്പാപ്പയുടെ മുരീദായ പടിഞ്ഞാറ്റുമുറിയുടെ തൊട്ടടുത്ത പ്രദേശമായ ചെലൂർ പ്രദേശക്കാരനായിരുന്ന മഹാനായ മർഹൂം സൂഫി ഹാജി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പടിഞ്ഞാറ്റുമുറി തൊട്ടടുത്ത് കടുപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന സൂഫി ഹാജിയുടെ മുരീദായ ബഹുമാനപ്പെട്ട അമ്പംകുന്ന് ബീരാൻ വലിയ പാപ്പ സ്മരിക്കപ്പെടുന്ന മാസമാണ്. ഇന്നലെയായിരുന്നു അവിടുത്തെ ആണ്ട് ദിവസം. അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹാന്മാർ, വിശിഷ്യ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നിന്ന് മഹത്തുക്കളായ കണ്ണീത്ത് ഉസ്താദ്, ശംസുൽ ഉലമ ഉസ്താദ്, ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട മർഹൂം അത്തിപ്പറ്റ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളൊക്കെ വിട പറഞ്ഞ ഒരു മാസമാണ്. ഈ അടുത്തായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖാദിമീങ്ങളായിരുന്ന പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട മരക്കാർ ഉസ്താദ്, അതുപോലെ തന്നെ കാളാർ ഉസ്താദ്, അവിടുത്തെ ഖാദിമായിരുന്ന ചെമുക്കൻ കുഞ്ഞാപ്പു ഹാജി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ വഫാത്തായ സ്മരിക്കേണ്ട മാസവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജകൾ കൂട്ടിക്കൊടുക്കട്ടെ. അവരൊക്കെ പരിശുദ്ധ ദീനിൽ ചെയ്ത സേവനങ്ങൾ അല്ലാഹു കബൂലാക്കട്ടെ. ആ മഹത്തുക്കളുടെയൊക്കെ നാം ഓർക്കേണ്ടുന്ന മഹത്തുക്കളുടെയൊക്കെ ബന്ധം നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തന്ന പരിശുദ്ധ ദീനിന്റെ ഖാദിമീങ്ങളായി
മശായിഖിന്റെ പിന്നിലായി അണിനിരക്കുന്നതിന് അള്ളാഹു നമ്മൾക്ക് ആവശ്യമായതൊക്കെ തന്ന് നമ്മളെ അനുകൂല സാഹചര്യം ഒരുക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. എപ്പോഴും മശായിഖിന്റെ ബന്ധം അള്ളാഹു തന്ന് പ്രദാനം ചെയ്യട്ടെ. നമ്മയും കുടുംബത്തെ അള്ളാഹു സംരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.